ഞങ്ങളിന്ന് ഈ ഹർത്താൽ ആചരിക്കുന്നത് നിതിൻ രാജൻ എന്ന ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തെ അനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ ഹർത്താൽ ഈ കേരളത്തിൽ ഉടനീളം ഞങ്ങൾ നടത്തുന്നത്. നിതിൻ രാജൻ എന്ന് പറയുന്നത് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളും ഒരപ്പനും അമ്മയ്ക്കും ഒരു മകനേ ഉള്ളൂ. അവരുടെ പ്രത്യാശ മുഴുവനും ആ മരണത്തോടുകൂടി നശിച്ചു പോവുകയായി. ഇന്നിവിടെ ഈ കേരളത്തിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവൻ്റെ മക്കളെ ഞങ്ങൾക്ക് പഠിപ്പിക്കുവാനോ ഉന്നത നിലയിൽ എത്തിക്കുവാനോ ഇവിടുത്തെ രാഷ്ട്രീയ കിങ്കരന്മാരുടെ കഴിവുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇവിടെ ഈ മുക്കട എന്ന് പറയുന്ന പ്രദേശത്ത് പല സംഘടനകളുണ്ട്. DCF ഉണ്ട്, APMS ഉണ്ട്, AKCHMS ഉണ്ട്. അങ്ങനെ വിവിധമായിരിക്കുന്ന സംഘടനകൾ, ഏതാണ്ട് 53 സംഘടനകളാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അതിനെ തച്ചുടയ്ക്കാൻ ഇവിടുത്തെ സർക്കാർ ഒരുമ്പട്ടിറങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും KSRTC എന്ന് പറയുന്ന വാഹനങ്ങൾ അതിൻ്റെ നെഞ്ചത്തൂടെ കയറ്റിവിടാനാണ് ഇതിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ആർ ഗണേഷ് കുമാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ മോശമായ ഒരു പ്രവണതയാണ് അദ്ദേഹം കാണിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? അതിന് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവനെ, ഇവിടെ പട്ടികജാതിക്കാരനെ, പട്ടികവർഗക്കാരനെ, അതുപോലുള്ളവരെ നശിപ്പിക്കുക എന്നാണ് അവർ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് നടക്കത്തില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കും. നടക്കത്തില്ല. മാറി മാറി വരുന്ന ഭരണക്കാരുടെ കഴിവ് കേടുകൊണ്ടാണ്, കഴിവ് കുറവുകൊണ്ടാണ് ഞങ്ങളുടെ പിള്ളേർ മരിക്കുന്നത്. കെവിൻ കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആ പയ്യന് ഒരു പെണ്ണിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവനെയും കൊന്നുകളഞ്ഞു. അതിൻ്റെ ആൾക്കാർ മുഴുവൻ ഇവിടെ അവർ വെറുതെ വിട്ടു. അതുപോലെ കഞ്ഞിക്ക് വകയില്ലാത്ത ഒരു മധു എന്ന് പറയുന്നവനെ അവനെയും തല്ലിക്കൊന്നു കളഞ്ഞു. ഇവിടുത്തെ സർക്കാർ എന്താ ചോദിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതിന് പ്രതികരിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ ഭരണകക്ഷികൾ ഇവിടെ ജയിച്ചു കയറുന്നത്. അതിന് വോട്ട് ചെയ്യാൻ കുറേ കൊള്ളുകയില്ലാത്തവന്മാർ. അതുകൊണ്ട് പറയുന്നത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഈ സമരം ഈ ഹർത്താൽ ഇവിടം കൊണ്ട് തീരുകയില്ല. ഞങ്ങളുടെ കാര്യത്തിന് ഒരു പരിഹാരം കാണുന്നിടം വരെ ഞങ്ങൾ ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ഒരാൾ എരുമേലിൽ നിന്ന് വന്ന ഒരുത്തൻ വണ്ടി കയറ്റിക്കൊല്ലാൻ തുടങ്ങി ഇവിടെ നിന്ന ചെറുപ്പക്കാരെ. അപ്പോൾ ആരുടെ ശുപാർശയാണത്? ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ശുപാർശയാണ് അത് കാണിച്ചത്. ഇല്ലെങ്കിൽ അവൻ ആ പണി കാണിക്കൽ. ഇവിടെ രാവിലെ മുതൽ 6 മണി മുതൽ ഈ സമയം വരെയും ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ വളരെ മാന്യമായിട്ട്, ആർക്കും ഒരു ദോഷം വരാതെ, സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ നശിപ്പിക്കാതെ, മറ്റുള്ള കടകൾ നശിപ്പിക്കാതെ, ആരോടും ഒന്നും പറയാതെ ഞങ്ങൾ ഈ ഹർത്താലുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് നശിപ്പിക്കുകയാണ് മറ്റുള്ളവൻ്റെ ചിന്താഗതി. അത് നടക്കത്തില്ല, ഇനി ഒരിക്കലും നടക്കത്തില്ലത്. ഞങ്ങൾ തുനിയും മുന്നോട്ട് തന്നെ ഇറങ്ങും. ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നിടം വരെ ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ജീവിക്കണം. ഇവിടെ സർക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇവിടെ ഞങ്ങളെപ്പോഴുള്ളവൻ്റെ നെഞ്ചത്ത് കുതിര കയറുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത് നടക്കുകയില്ല. ഇനി വരാൻ പോകുന്ന സർക്കാരും അങ്ങനെയാണെങ്കിൽ ഇവിടെ വിപ്ലവം നടക്കും, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും. ഞങ്ങൾ ഈ മുക്കടയിൽ നിന്നാണ് പറയുന്നത്. മുക്കടക്കാരൻ എന്നുള്ള ലേവലിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ നിൽക്കുന്ന മുഴുവൻ പേരും ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഈ ഹർത്താൽ ആചരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങളിൽപ്പെട്ടവൻ്റെ, ഞങ്ങളുടെ കുഞ്ഞ് അങ്ങനെ ചിന്തിക്കണം. അവനെ തല്ലിക്കൊന്ന് കളയുക, അവനെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, ജാതിയുടെ പേരിൽ പീഡിപ്പിക്കുക, ജാതി പറഞ്ഞ് അവനെ കളിയാക്കുക, ജാതി പറഞ്ഞ് അവനെ വിടുക. ഇതാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് അധ്യാപകരെ വെറുതെ വിട്ടോ ഇല്ല, 6 മാസം സസ്പെൻഡ് ചെയ്തവരെ വീട്ടിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സർക്കാർ മിടുക്കന്മാരാണെങ്കിൽ അവരുടെ ജോലി കളഞ്ഞ് അവരെ വീട്ടിൽ ഇരുത്തണം. എങ്കിൽ ഇവിടെ ഈ ഹർത്താൽ ഉണ്ടാകുകയില്ല. ഇവിടുത്തെ KSRTCക്കാണല്ലോ നോക്കേട് കൂടുതൽ. ഞങ്ങളെയൊക്കെ നെഞ്ചത്തൂടെ കയറ്റിവിടുകയാണ് KSRTC ഇതിലിവിടെ വന്ന്. അത് നടക്കത്തില്ല. ഇവിടെ അനേകം ലക്ഷക്കണക്കിന് ഇവിടെ പട്ടികജാതിക്കാർ പിള്ളേർ ഇവിടെ ഉണ്ട്. അവർ കൂടും, പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നമെങ്കിൽ പ്രശ്നം. ഇവിടെ ഒരുത്തനെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തടത്ത് മറ്റൊരുത്തനെ ഞങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങളത് ഉറപ്പിച്ച് പറയുന്നു. ഇത് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ.